നൂറ്റാണ്ട് ലോകത്തെ പഠിപ്പിച്ചത് നിർണായകമായ സൈനിക മുന്നേറ്റങ്ങളിലൂടെ ഭൂരാഷ്ട്ര തന്ത്രത്തെ പൂർണ്ണമായി മാറ്റിയെഴുതാം എന്നായിരുന്നു. 2 ലോകമഹായുദ്ധങ്ങളും അതിനുശേഷം ഉണ്ടായ ശീതയുദ്ധവുമെല്ലാം ഒരു ഭാഗത്തിന്റെ പൂർണ്ണമായ വിജയത്തിലും മറുഭാഗത്തിന്റെ സമ്പൂർണമായ പതനത്തിനുമാണ് അവസാനിച്ചത്. ഹിറ്റ്ലറുടെ പതനമോ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോ പോലുള്ള ചരിത്ര സംഭവങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു അന്ത്യം കുറിച്ചവയായിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ട് ഈ ധാരണയെ പൂർണ്ണമായും തിരുത്തി കുറിക്കുകയാണ്. ആധുനിക യുദ്ധങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ ഒരു അവസാനമില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് സമകാലിക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പേർഷ്യൻ ഗൾഫിൽ അടുത്തിടെ ഉണ്ടായ സൈനിക നീക്കങ്ങളും അതിനെ തുടർന്ന് രൂപപ്പെടുന്ന നയതന്ത്ര ചർച്ചകളും വിരൽ ചൂണ്ടുന്നത് ഈയൊരു പുതിയ ആഗോള യാഥാർത്ഥ്യത്തിലേക്കാണ്. ജൂൺ പകുതിയോടെ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന താൽക്കാലിക നയതന്ത്ര ഉടമ്പടികൾ നിലവിലെ സംഘർഷങ്ങൾക്ക് ഒരുപക്ഷെ അല്പം ശമനം നൽകിയേക്കാം. എങ്കിലും പശ്ചിമേഷ്യയിലെ ദീർഘകാലമായുള്ള തന്ത്രപരമായ മത്സരങ്ങൾക്ക് ഇതൊരു ശാശ്വത പരിഹാരമാകുമെന്ന് ബുദ്ധിയുള്ള ആരും കരുതുന്നില്ല. ഈ പ്രദേശത്തിന്റെ ചരിത്രവും ഇവിടുത്തെ പ്രധാന ശക്തികളുടെ പ്രഖ്യാപിത നിലപാടുകളും പരിശോധിച്ചാൽ വീണ്ടുമുള്ള സൈനിക നീക്കങ്ങളും അതിർത്തി ലംഘനങ്ങളും ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ. താൽക്കാലികമായ ഈ സമാധാന ശ്രമങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഇതിൽ നിന്നും ലോകം പഠിക്കേണ്ട ഭൂരാഷ്ട്രതന്ത്ര പാഠങ്ങൾ. ഈ പാഠങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ അതിരുകൾക്കപ്പുറം ആഗോളതലത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നവയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ആഗോള തന്ത്രജ്ഞരുടെ ശ്രദ്ധ മുഴുവൻ ഇൻഡോ പസഫിക് മേഖലകളിലേക്കും ചൈനയുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിലുമായിരുന്നു. ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ, തായ്വാൻ പ്രതിസന്ധി, പസഫിക് സമുച്ചയത്തിലെ നാവിക മത്സരങ്ങൾ എന്നിവയായിരുന്നു ചർച്ചകളിൽ ഭൂരിഭാഗവും കൈക്കലാക്കിയിരുന്നത്. മിഡിൽ ഈസ്റ്റിന്റെ തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ പേർഷ്യൻ ഗൾഫ് പ്രതിസന്ധി ലോകത്തെ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഭൗമരാഷ്ട്രീയ തിയേറ്ററുകളിൽ ഒന്നായി തുടരുകയാണ്. ഊർജ സുരക്ഷ, ലോകത്തെ പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകൾ, നിഴൽ യുദ്ധങ്ങൾ, മതപരവും പ്രാദേശികവുമായിട്ടുള്ള ഭിന്നതകൾ, വൻ ശക്തികളുടെ കളിസ്ഥലം എന്നിവയെല്ലാം ഒത്തുചേരുന്ന ഈ പ്രദേശത്തിന്റെ പ്രാധാന്യത്തെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാനാവില്ല. ചരിത്രം ഒരിക്കലും ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാത്രം ശ്രദ്ധ സ്ഥിരമായി കേന്ദ്രീകരിക്കാൻ അനുവദിക്കാറില്ല എന്ന യാഥാർത്ഥ്യം ഇവിടത്തെ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. സമകാലിക സംഘർഷങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ പ്രധാന പാഠം യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രകടനവും വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങളും നടന്നിട്ടും പങ്കാളികളായ പ്രധാന രാജ്യങ്ങൾക്കൊന്നും തന്നെ തങ്ങളുടെ അത്യാധുനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം അല്ലെങ്കിൽ സൈനിക നീക്കം ആരംഭിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വ്യക്തമായ പദ്ധതികളോടെയും കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെയും അത് ആർക്കും തുടങ്ങി വെക്കാവുന്നതാണ്. എന്നാൽ ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നതും അതിലൂടെ സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുക എന്നതും അങ്ങേയറ്റം സങ്കീർണമായി മാറിയിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ അത് അവസാനിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ശത്രുവിനെ കഠിനമായി ശിക്ഷിക്കാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഒരു രാജ്യത്തിന് കഴിഞ്ഞേക്കാം. എന്നാൽ അതിലൂടെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തന്ത്രപരമായ വിജയം അല്ലെങ്കിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ ആർക്കും കഴിയുന്നില്ല. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ മാറ്റങ്ങളെ ചൈന വളരെ താല്പര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത് എന്നതിൽ സംശയമില്ല. വർഷങ്ങളായി തായ്വാനെ സംബന്ധിച്ച തന്ത്രപരമായ ചർച്ചകൾ കേവലം സൈനിക ശേഷിയുടെയും നാവിക ബലത്തിന്റെയും മിസൈൽ ശേഖരത്തിന്റെയും അളവുകോലുകളിലൂടെയാണ് വിലയിരുത്തപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ സമീപകാല യുദ്ധങ്ങൾ തെളിയിക്കുന്നത് യുദ്ധകാലത്തിലെ താൽക്കാലിക മേൽക്കൈ ദീർഘകാല രാഷ്ട്രീയ വിജയത്തിലേക്ക് നയിക്കണമെന്നില്ല എന്നാണ്. ഭീമമായ സൈനിക മേധാവിത്വം ഉണ്ടായാൽ പോലും അത് പെട്ടെന്നുള്ള തന്ത്രപരമായ വിജയത്തെ ഉറപ്പു നൽകുന്നില്ല. തായ്വാനെതിരെ ഒരു സൈനിക നീക്കത്തിന് ചൈന മുതിർന്നാൽ അത് കേവലം ഒരു യുദ്ധം മാത്രമായി ഒതുങ്ങില്ല. അത് വലിയ സാമ്പത്തിക തകർച്ചയ്ക്കും നയതന്ത്ര പുനഃക്രമീകരണങ്ങൾക്കും സമുദ്ര വ്യാപാര തടസ്സങ്ങൾക്കും കാരണമാകും. എത്ര വലിയ ശക്തിയായാലും ആത്യന്തികമായ രാഷ്ട്രീയ നിയന്ത്രണം അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യം അത് സൃഷ്ടിക്കും.
അതേ പാഠം തന്നെയാണ് ഇന്ത്യയുടെ അതിർത്തികളിലും പ്രസക്തമാകുന്നത്. യഥാർത്ഥ നിയന്ത്രണ മേഖലകളിൽ 2020 മുതൽ ചൈന തുടരുന്ന സൈനിക സമ്മർദ്ദ തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നത് അതിർത്തിയിലെ താൽക്കാലിക സൈനിക നീക്കങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങളിലേക്ക് വഴിമാറില്ല എന്നാണ്. രാഷ്ട്രീയമായ കീഴടങ്ങലിന് ഇന്ത്യയെ നിർബന്ധിതമാക്കാൻ വേണ്ടിയാണ് ചൈന ഈ സമ്മർദ്ദം ചെലുത്തുന്നത് എങ്കിലും ഫലം തികച്ചും വിപരീതമായിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രതിരോധം, ദീർഘകാലമായുള്ള സൈനിക വിന്യാസം, വലിയ തോതിലുള്ള നയതന്ത്ര അവിശ്വാസം, ചൈനയ്ക്കെതിരെയുള്ള ആഗോള കൂട്ടായ്മകളുടെ ശക്തിപ്പെടൽ എന്നിവയിലേക്കാണ് അത് വഴിമാറുന്നത്. ഉയർന്ന സൈനിക ശേഷി ഉപയോഗിച്ച് ദീർഘകാല രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാമെന്ന ധാരണ ഇവിടെയും പരാജയപ്പെടുന്നതായി കാണാം. വർഷങ്ങളായി തുടരുന്ന യുക്രൈൻ യുദ്ധം ഈ പ്രതിഭാസത്തിന് ഏറ്റവും വലിയ തെളിവാണ്. ദീർഘനാളത്തെ തീക്ഷ്ണമായ പോരാട്ടങ്ങളും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഭീമമായ വിഭവങ്ങളുടെ വിനിയോഗവും ഉണ്ടായിട്ടും ഇരുവിഭാഗത്തിനും നിർണായകമായ ഒരു രാഷ്ട്രീയ വിജയം നേടാനായിട്ടില്ല. ഈ യുദ്ധം ഇപ്പോൾ കേവലം സൈനിക നീക്കങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളുടെയും സഹിഷ്ണുതയുടെയും വ്യവസായ ശേഷിയുടെയും ദേശീയ പ്രതിരോധത്തിന്റെയും ഒരു പരീക്ഷണമോ മത്സരമോ ആയി മാറിയിരിക്കുന്നു. ഇത് യൂറോപ്പിന്റെ സുരക്ഷാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കേണ്ടതാണ്. ശീതയുദ്ധത്തിന് ശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി യൂറോപ്പ് വിശ്വസിച്ചിരുന്നത് സുസ്ഥിരമായ പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും സഖ്യങ്ങളുടെ വിപുലീകരണത്തിലൂടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാമെന്നതായിരുന്നു. എന്നാൽ ആണവ പരിധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും യുദ്ധം കൂടുതൽ പ്രാചീനാതീതമാണ് എന്നും യുക്രൈൻ തെളിയിക്കുന്നു. യുദ്ധകളത്തിലെ നീക്കങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ കഴിയാത്ത അവസ്ഥ ദീർഘകാല സൈനിക വിന്യാസത്തെക്കാൾ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ യൂറോപ്പിനെ പ്രേരിപ്പിച്ചേക്കാം. പേർഷ്യൻ ഗൾഫിലെ ഈ പുതിയ സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലനത്തെയും മാറ്റിമറിക്കുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം ഈ പ്രദേശത്ത് ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ച ഇറാൻ തങ്ങളുടെ ഭാവി തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് പുതിയ ചിന്തകളിലാണ്. ചൈനയുടെ സാമ്പത്തിക സ്വാധീനവും റഷ്യയുടെ പ്രാദേശിക ബന്ധങ്ങളും പശ്ചിമേഷ്യയിലെ ഭാവി ചർച്ചകളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, പശ്ചിമേഷ്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഈ പ്രദേശത്ത് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിക്കാൻ മാത്രമാണ് കാരണമായത്. ഈ പുതിയ യുദ്ധഭീതി ലോകത്തിലെ ചെറിയ ശക്തികൾക്കും നയതന്ത്ര ഇതര സായുധ ഗ്രൂപ്പുകൾക്കും നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. വലിയ സൈനിക ശക്തികൾക്ക് പോലും വ്യക്തമായ രാഷ്ട്രീയ വിജയം നേടാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടെ ഇത്തരം ചെറിയ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ട് വരും. തങ്ങളുടെ ലക്ഷ്യം വലിയ ശക്തികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ആ വലിയ ശക്തികൾ അവരുടെ ലക്ഷ്യം നേടുന്നത് തടയുക എന്നതാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അത് തന്ത്രപരമായ ഒരു വിജയമായി അവർ കണക്കാക്കുന്നു. ഇത് ഭാവിയിൽ അസമമായ യുദ്ധരീതികൾ, നിഴൽ യുദ്ധങ്ങൾ, അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ വർദ്ധിക്കാൻ കാരണമാകും. മുൻകാലങ്ങളിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ സൈനിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കാൻ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഇത് ധൈര്യം നൽകുന്നു. ചരിത്രത്തിലെ യുദ്ധങ്ങൾ എപ്പോഴും വ്യക്തമായ ഫലങ്ങൾ നൽകിയിരുന്നു. സൈനിക മേധാവിത്വം യുദ്ധകളത്തിലെ വിജയങ്ങളിലേക്കും അത് പിന്നീട് സുസ്ഥിരമായ രാഷ്ട്രീയ നേട്ടങ്ങളിലേക്കും നയിച്ചിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ഈ സമവാക്യം തകിടം മറിഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാൻ മുതൽ യുക്രൈൻ വരെയും ഗാസ മുതൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ വരെയും സൈനിക ശക്തികൾക്ക് ഇപ്പോഴും വലിയ നശീകരണ ശേഷിയുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ രാജ്യങ്ങൾ തിരിച്ചറിയുന്നത് ശിക്ഷിക്കുക എന്നത് എളുപ്പമാണ്, എന്നാൽ അതിലൂടെ ശാശ്വതമായ രാഷ്ട്രീയ ഫലം ഉണ്ടാക്കുക എന്നത് അസാധ്യമാണ് എന്നാണ്. ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും നാശനഷ്ടങ്ങൾ വരുത്താനും കഴിഞ്ഞേക്കാം, എന്നാൽ തന്ത്രപരമായ ഒരു അന്ത്യം കുറിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇതാണ് പേർഷ്യൻ ഗൾഫ് പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം. താൽക്കാലികമായ നയതന്ത്ര ഉടമ്പടികൾ നിലനിന്നാലും ഇല്ലെങ്കിലും ആധുനിക യുദ്ധങ്ങളിൽ എല്ലാം തന്നെ പൂർണ്ണമായി തുടരുമെന്ന വലിയ സത്യമാണ് ഈ സംഘർഷം അടിവരയിടുന്നത്. നാം ജീവിക്കുന്നത് പൂർണ്ണമായ വിജയങ്ങളില്ലാത്ത അപൂർണ യുദ്ധങ്ങളുടെ ഒരു പുതിയ യുഗത്തിലാണ് എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞേ മതിയാകൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.